ഏവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം, ട്രിവാൻഡ്രം ടു പൊന്മുടി ഞങ്ങൾ എത്തിയ വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ. അപ്പോൾ പൊന്മുടി എത്തിയിട്ടുള്ള പൊന്മുടിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. സമയം ഇപ്പോൾ വൈകുന്നേരം 4:30 മണിയാണ്. ഇവിടെ നല്ല കോട വരാനുള്ള എല്ലാ സാധ്യതയും ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളിപ്പോൾ പൊന്മുടി ടോപ്പിലാണുള്ളത്. KSRTC ബഡ്ജറ്റ് ടൂർസ് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് മുന്നേ KSRTCയുടെ ബസ് ഇതിലെ പോയപ്പോൾ ഇവിടെ കോടമഞ്ഞില്ല. പക്ഷെ ഇപ്പൊ വേണ്ട, ഈ ഏരിയ മൊത്തം കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെയാ, പെട്ടെന്നാണ് കോടമഞ്ഞ് വരുന്നതും പോകുന്നതും. അപ്പൊ നമുക്ക് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്ത് നല്ല കോടമഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. ഒരാൾ ഹൈലി എക്സൈറ്റഡ് ആയിട്ട് പുറത്തിരിപ്പുണ്ട്. ഫസ്റ്റ് ടൈമാണ് അമ്മു കുറച്ച് വലുതായതിനു ശേഷം പൊന്മുടി വരുന്നത്. നേരത്തെ വരുമ്പോ എല്ലാം കുഞ്ഞു കുട്ടിയായിരുന്നു. കോടമഞ്ഞ് അങ്ങനെ കണ്ടില്ല ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് നേരെ പുറത്തിറങ്ങാമോ? ഓക്കെ, ഇറങ്ങാം. അതെ, ഇപ്പൊ നല്ല കോടയുണ്ട്. പക്ഷെ ഇവിടത്തെ കോട ഇതൊന്നുമല്ല. നമ്മൾ ആ മലയുടെ മുകളിലൊക്കെ കണ്ട അവിടെയൊക്കെ ഇരിക്കുന്ന ആളുകളെല്ലാം ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല കോട ഇവിടെ തിക്നെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നിൽക്കുന്ന ആളുകളെ ഒന്നും നമുക്ക് കാണാൻ പറ്റൂല. അത്രയ്ക്ക് ഹെവി കോടയായിരിക്കും ഇവിടെ. ആളുകൾ നല്ലപോലെ ആഘോഷിക്കുന്നുണ്ട് കേട്ടാ. രണ്ട് മലയിൽ നിന്ന് കൂവലും ബഹളവും. അവിടെ ഒരു വ്യൂ പോയിന്റ് അതെ, ഇവിടെ കണ്ട ഇവിടെ നിന്ന് ഇപ്പൊ കോട നല്ല രീതിയിൽ ഇറങ്ങണുണ്ട്. ഇവിടെ നമുക്ക് വിസിബിലിറ്റി കട്ടായി വരണുണ്ട്. ഇതിനി ഇങ്ങനെ വരും. കോട വരണതിന്റെ കൂടെ ചെറിയ രീതിയിൽ ചാറ്റലുണ്ട്. കോടമഞ്ഞ് വെള്ളമായിട്ട് വീഴുന്നതാണ്, മഴ പെയ്യുന്നതല്ല. അത് നമുക്കൊരു കുട കൂടെ എടുത്ത് വെക്കണം. കുട എടുത്തിട്ട് വരാം, വാ. അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ് ഒരു വഴിയാവും. അവക്ക് കുഴപ്പമില്ല, അവള് സേഫ് ആണ്. അവക്ക് ജാക്കറ്റും ഉണ്ട്, അതിൽ തൊപ്പിയുണ്ട്. കണ്ടാ? അപ്പൊ ഞാൻ പോയി കുട എടുത്തിട്ട് മതി. ഒരു രൂപം വരുന്നണ്ട, നമ്മളെ സന്തതിയാണത്. സന്തോഷം നോക്കുക. അതെ, അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവള് ആദ്യം ദൂരെ പോയി. നമ്മളെ കൂടെ ഒന്നും വരുന്നില്ല. കോട്ടിന്റെ തൊപ്പിയെല്ലാം ഇട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്. അതെ, കുറച്ച് കോടമഞ്ഞ് മാറി. കോട നേരത്തെ അവിടെ ഒന്നും കണ്ടുകൂടായിരുന്നു. ആ ഭാഗത്തൊന്നും കാണാനേ പറ്റില്ലായിരുന്നു. അങ്ങോട്ട് പോവാം നമുക്ക്. ചേട്ടാ എങ്ങോട്ടാ പോണേ? അതെ, അല്ല ഇവിടെ നമ്മൾ അങ്ങോട്ട് പോവാം. പൊന്മുടി വന്ന് ചുമ്മാ വന്നാൽ പോരല്ലോ, നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാം. കുറച്ച് നടത്താവുമ്പോ എപ്പോഴും നിൽക്കിയിരിക്കുകയൊക്കെയല്ലേ ചെയ്യണത്. വണ്ടിയിൽ പോയാലും വണ്ടിയിൽ വെറുതെ ഇരുന്നാ മതി. അവള് പോവും, അവള് കുഞ്ഞല്ലേ. കുഞ്ഞു കുട്ടികള് പറന്ന് നടന്നോളും. നമുക്കൊരു മടി പോലെ നടക്കാൻ. കുറച്ച് കല്ലെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഇത്തിരി പാടുണ്ട്. അങ്ങനെ നമ്മള് പൊന്മുടിയുടെ മുകളിലെത്തി. കുറച്ചു ദൂരം നടന്നു. കുറച്ചു നേരം കാറ്റ് കൊണ്ടിട്ട് ഇനി വീണ്ടും മുമ്പോട്ട് പോകാന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താഗതി. അങ്ങനെയാണ്. പക്ഷെ അടിപൊളി ക്ലൈമറ്റ്, സൂപ്പർ ക്ലൈമറ്റ്. നല്ല തണുപ്പുണ്ട്, അടിപൊളി. അതായത് പൊന്മുടിയിലെ ഏറ്റവും പൊക്കമുള്ള സ്ഥലം അതാണ് കേട്ടോ. ഇവിടെ ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലം അവിടെയാണ്. അവിടെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേ നടന്ന് പോകണം. അപ്പൊ ഇന്നിപ്പോ അത്രയും ദൂരം നടക്കാനുള്ള ഒരു മൈൻഡ് ഇപ്പൊ വന്നില്ല. കുറച്ച് കഴിഞ്ഞ് മൈൻഡ് വരണേ പോവാ അല്ലേ? നീ ഓക്കെ ആണോ നടക്കാൻ? ഇല്ല, നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇവിടെ ഇരിക്കാം. കൊള്ളാം, അത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പോവാന്നാ. നമ്മൾ ഒരു പ്രാവശ്യം കേറിയിട്ടുണ്ട്. പണ്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്? അതായത് നല്ല ആരോഗ്യമുള്ളവര് പോണ വഴി കാണിച്ചുതരാം, വാ. ഏതാ? അതിന്റെ മുകളില്. അയ്യോ, അതുവഴി ഒന്നും പോണ്ട. വാ. എവിടെ? നല്ല സ്റ്റാമിന ഉള്ളവര്, ഇല്ലാത്തവര് താണ്ട അവിടെ നിന്ന് ആ വണ്ടി ഇട്ടിരിക്കുന്ന അവിടെ നിന്ന് അങ്ങനെ വഴിയുണ്ട്, അതിലേ പോകും. നല്ല സ്റ്റാമിന ഉള്ളവര് ഇവിടെ നോക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങും. ഇതിന്റെ ഇടയിൽ കൂടെ നടന്നിറങ്ങാൻ പറ്റും. എന്നിട്ട് അവിടെ കണ്ട ഇങ്ങനെ ബ്രൗൺ കളറിൽ ചാലു പോലെ ഇറങ്ങണ, അത് വഴിയാണ്, നടവഴിയാണ്. അതിലേ നടന്ന് അവിടെ ആ കല്ലിലെ കാളിരിപ്പുണ്ട് കണ്ട. അതിലേ നേരെ അങ്ങോട്ട് കയറാൻ പറ്റും. ഭയങ്കര ക്ലൈമറ്റ് കേട്ടോ, അടിപൊളി ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല, സൂപ്പർ. പൊന്മുടിയുടെ യഥാർത്ഥ ഒരു ഭംഗി വെച്ചിട്ടുള്ള കോട വന്നിട്ടില്ല.
എന്നാലും നല്ല ക്ലൈമറ്റ് ആണ്, അടിപൊളി ക്ലൈമറ്റ്. എങ്ങനെയുണ്ട് പൊന്മുടി? സൂപ്പർ 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 ഡൂപ്പർ ഗ്രേറ്റാ. അവിടെ ചെറിയ കോട കാണുന്നുണ്ട്. നമ്മളെ സമയം കൊള്ളാമെങ്കിൽ ആ കോട മുകളിൽ കയറും. ഓക്കെ, കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇറങ്ങിപ്പോന്നു. അത് തന്നെ, നമുക്ക് ഇങ്ങനെ കളിച്ചോണ്ട് നടക്കണം. തിരിച്ചു വരാനല്ല, അവള് ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞു. അതുവരെ പോയിട്ട് വരട്ടെ, ഞാനും കൂടെ പോയിട്ട് വരട്ടെ. ഇല്ലെങ്കിൽ നോക്കിയാ കല്ലിന്റെ മുകളിൽ കാല് വെച്ച് പോയാൽ മതി, പേടിക്കാനൊന്നുമില്ല കേട്ടാ. വേണ്ട, ഓരോ കല്ലിന്റെ മുകളിലായിട്ട് കാല് വെച്ച് വാ, പിടിച്ചോ, കൈ പിടിച്ചോ. ഇല്ല, നീ ഇവിടെ നിന്ന് ചറക്കി കഴിഞ്ഞാലേ അങ്ങ് താഴെ പോവും. അടിപൊളി. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അല്ല, അവിടെ ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഞാൻ വിളിച്ചതുകൊണ്ട് അവിടെയൊക്കെ പോയി ഇരുന്നാലേ ഒരു ബഹളവും ഇല്ല, നമ്മളും നേച്ചറും മാത്രം ആണ് അവിടത്തെ അനുഭവം. ഇവിടെ നിറയെ ആളുണ്ടല്ലോ നമ്മളെ ചുറ്റും. ഞാൻ അവിടെ കോടമഞ്ഞ് പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ ടൈം ലാപ്സിൽ കാണിക്കാം. കണ്ട, അവിടെ നല്ല അടിപൊളിയായിട്ട് കോട വന്ന് കയറിക്കൊണ്ടിരിക്കണ കണ്ട. ഇപ്പൊ ആ റോഡിലോട്ട് കയറും. ആ ബാക്കിൽ കാണുന്ന സ്ഥലമൊക്കെ ഇപ്പം മറയും. മറഞ്ഞ ഏകദേശം. യെസ്, ഇത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ കോടമഞ്ഞ് വന്ന് ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം കോടമഞ്ഞ് വരും, അടിപൊളിയായിരിക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കോടമഞ്ഞ് വന്നു തുടങ്ങി. കോടമഞ്ഞ് അടിപൊളിയായിട്ട് നമ്മളെ ചുറ്റും ഇറങ്ങി. നമ്മൾ കാണുന്നുണ്ടാ? വേണ്ട, നമ്മളിരിക്കുന്നിടത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ കാണിച്ച ആ റോഡ് കണ്ട, അയാൾ നടന്നു വരുന്നുണ്ട, ഇതെല്ലാം ഫുള്ളി കവേർഡായി. നമ്മളിരിക്കുന്ന സ്ഥലത്ത് അതെ ഫുൾ കവറായി തുടങ്ങി. കണ്ട, നേരത്തെ നല്ല തെളിഞ്ഞ് കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊന്നും ഇപ്പൊ കാണാൻ പറ്റാതെയായി. നമ്മൾ നേരത്തെ പോയി നിന്ന സ്ഥലമാണ് ദേ കാണുന്നത്. നമ്മൾ നടന്നു വന്ന വഴിയാണ് ദേ കാണുന്നത്. കണ്ട, ഇവിടെ 4 ചുറ്റും ആടിപ്പൊളിയായിട്ട് കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പൊന്മുടി ഫുള്ള് കോടയായിട്ടുണ്ട്. നമ്മളിപ്പം കണ്ട വണ്ടികൾ കിടക്കുന്നണ്ട, അവിടെയൊക്കെ വലിയ ബസ്സുകൾ കിടക്കുന്നതാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല രീതിയിലുള്ള കോട കയറിയിട്ടുണ്ട് ഇവിടെ. സൂപ്പർ എക്സ്പീരിയൻസ് ആണ് സത്യം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ എന്താണോ പ്രതീക്ഷിച്ച് വന്നത് അത് കിട്ടിയെന്നുള്ളതാണ് സത്യം. മല കയറത്താളന്ന് ഒരാൾക്ക് മല കയറിയാലേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടന്ന ഒരാള് നിപ്പുണ്ട്. അമ്മോ അമ്മോയ് അമ്മോ എന്താ വിളിച്ചിട്ട് പോലും അവള് കേൾക്കുന്നില്ല. എങ്ങനെയുണ്ട്? ഓപ്പോ മഞ്ഞിൽ കുളിച്ച് നമ്മുടെ സഫാരി നിൽക്കണണ്ട, ദേ അത് നമ്മുടെ സഫാരിയാണ്. കണ്ട 2 എണ്ണത്തിനെ പിടിച്ചിറക്കുകയാണ്, പിടിച്ച്. ഇത് അല്ലല്ല, ഒരെണ്ണം ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി പിടിക്കണത്, ഒരെണ്ണത്തിന് വീഴുമെന്ന് പേടിയുള്ളതുകൊണ്ട് പിടിക്കണത്. അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടെ വന്ന് നമ്മൾ ഇവിടെ നിന്ന് അവിടെ പോയി അവിടെ മൊത്തം കറങ്ങി തിരിച്ച് ഈ മലയുടെ മുകളിൽ കയറി. ആ മലയുടെ അറ്റം വരെ നമ്മൾ കയറിയിട്ട് തിരിച്ച് നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തി. അപ്പൊ ഇനി കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കാം അല്ലേ? എങ്കിൽ അവിടെ ഇരിക്കാം നമുക്ക്. അങ്ങനെ പൊന്മുടിയിൽ നിന്ന് പോകുന്ന ലാസ്റ്റ് ബസ് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ആളുകൾ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൂ. വണ്ടികൾ 6 മണി കഴിഞ്ഞു. വണ്ടികൾ ഏകദേശമൊക്കെ പോയി. അപ്പം നമുക്കും പതുക്കെ താഴോട്ടിറങ്ങാം. ഈ പൊന്മുടിയുടെ താഴ്വരയാണിത്. പൊന്മുടി നമ്മൾ റോഡിൽ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് കോടമഞ്ഞ് കൊണ്ട് മൂടി. കോടമഞ്ഞ് മാത്രമേ നമുക്ക് കാണാവൂ, വേറെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഫ്രണ്ടിൽ നമ്മളെ റോഡിലും കോടമഞ്ഞുണ്ട്. പക്ഷെ നല്ല അതിഭീകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, അതിമനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇന്നത്തെ പൊന്മുടി യാത്ര. അല്ല, ആദ്യം പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇറങ്ങിയത്, ഓർമ്മയുണ്ടോ? അതെ, ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞ എന്തുവാണ്,
ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് ഇവിടെ പൊന്മുടിയിൽ നല്ല കോട ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് അത് കിട്ടണം, അതിനാണ് നമ്മൾ വന്നത്. നല്ല രീതിയിൽ റോഡിൽ കോടമഞ്ഞ് ഇറങ്ങി നിൽപ്പുണ്ട്. നല്ല കോടയുണ്ട്, നല്ല കോടമഞ്ഞുണ്ട്. അമ്മു നീ ഇതൊക്കെ കാണുന്നുണ്ടാ? ഇതുപോലത്തെ സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണം. അപ്പൊ ഞങ്ങള് ഹെയർ പിൻ ബെൻഡുകളെല്ലാം ഇറങ്ങി ഇതിര കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത് ഫുഡ് കഴിക്കണം, വീട്ടിൽ പോകണം. യാത്ര ചെയ്യുന്നല്ലേ, ഇരുട്ടായി. ഇനി നമുക്ക് വീഡിയോയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കാനും ഒന്നും എന്താ പറയുക ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ടയർഡായി. അപ്പം ഇനി എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകുക എന്നുള്ളതാണ് പരിപാടി. സമയം ഇപ്പം 7:30 ആയി. പക്ഷെ ഞങ്ങൾ പൊന്മുടിയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും മുകളിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്തവണ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ ഏറെക്കുറെ സംഭവങ്ങളൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റിയെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത മനോഹരമായ ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.